ഭൂമിയുടെ ഉപരിതലത്തിൽ 70% സമുദ്രം കൊണ്ട് മൂടപ്പെട്ടിരിക്കുകയാണ്. ഭൂമിയിലെ മുഴുവൻ ജലത്തിൽ 97% ഈ സമുദ്രത്തിലാണ് കാണപ്പെടുന്നത്. അതായത് 97% ജലവും നമുക്കുപയോഗിക്കാൻ പറ്റാത്ത ലവണമായ ജലമാണ്. അവശേഷിക്കുന്ന 3% മാത്രമാണ് ശുദ്ധജലം. ഈ ശുദ്ധജലത്തിൽ വെറും 30% മാത്രമാണ് നമുക്ക് ലഭ്യമായത്. അതായത് നദികളിലും കായലുകളിലും ഭൂഗർഭങ്ങളിലുമൊക്കെയുള്ള ജലം. എന്നാൽ ഭൂമിയിലെ ഏറ്റവും വലിയ ശുദ്ധജല സംഭരണികൾ എന്നത് മഞ്ഞുപാളികളാണ്. മുഴുവൻ ശുദ്ധജലത്തിൽ 70% കൂടുതലും മഞ്ഞുപാളികളിലാണ് ശേഖരിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ന് ആഗോള താപനം കാരണം മഞ്ഞുപാളികളൊക്കെ ഉരുകിക്കൊണ്ടിരിക്കുകയാണെന്ന വാർത്ത ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കേൾക്കാറുണ്ട്. ഇത് കാരണം തീവ്രമായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നു, വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടാകുന്നു, ദ്വീപുകളൊക്കെ അപ്രത്യക്ഷമാകുന്നു, ആവാസ വ്യവസ്ഥകൾ തകരുന്നു, ജൈവ വൈവിധ്യം നഷ്ടമാകുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇത് മഞ്ഞുപാളികളുടെ ചെറിയൊരു ഭാഗം ഉരുകുന്നത് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. എന്നാൽ ഭൂമിയിലെ സകല മഞ്ഞുപാളികളും ഉരുകിയാൽ എന്തായിരിക്കും ലോകത്തിന്റെ അവസ്ഥ? എങ്ങനെയായിരിക്കും അത് ഭൂമിയെ ബാധിക്കുന്നത്? അതിൽ ലോകത്തിൽ മറ്റൊരു മഹാവംശനാശം വിതയ്ക്കുമോ? നമുക്ക് നോക്കാം. ഭൂമിയുടെ ഉപരിതലത്തിന്റെ 10% മഞ്ഞുപാളികൾ കൊണ്ട് മൂടിയിരിക്കുകയാണ്. മഞ്ഞുപാളികളെ പ്രധാനമായും 2 തരങ്ങളായി തിരിക്കാം: മൗണ്ടെയിൻ ഗ്ലേഷ്യേഴ്സും ഐസ് ഷീറ്റ്സും. ഉയർന്ന മലകൾക്ക് മുകളിൽ രൂപപ്പെടുന്ന മഞ്ഞിനെയാണ് മൗണ്ടെയിൻ ഗ്ലേഷ്യേഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ വളരെ വലിയൊരു കരഭാഗം മുഴുവനായും മൂടിക്കിടക്കുന്ന മഞ്ഞുപാളിയാണെങ്കിൽ അതിനെ ഐസ് ഷീറ്റ് എന്നാണ് വിളിക്കുന്നത്. വലിയൊരു ഭാഗമെന്ന് വെച്ചാൽ 50,000 സ്ക്വയർ കിലോമീറ്ററുകളിൽ കൂടുതൽ വ്യാസമുള്ള മഞ്ഞുപാളികൾ. അങ്ങനെ നോക്കുമ്പോൾ ലോകത്തിലാകെ 2 ഐസ് ഷീറ്റ്സ് മാത്രമേയുള്ളൂ: അന്റാർട്ടിക്കയിലും ഗ്രീൻലാൻഡിലും. ഗ്രീൻലാൻഡിന്റെ 80%, അന്റാർട്ടിക്കയുടെ 98% മുഴുവൻ ഐസ് ഷീറ്റ്സ് കൊണ്ട് മൂടിക്കിടക്കുകയാണ്. ഭൂമിയിലുള്ള മുഴുവൻ ഐസിൽ 99% കൂടുതലും ഈ 2 ഐസ് ഷീറ്റുകളിലും മാത്രമുള്ളതാണ്. അതിൽ 90% കാണപ്പെടുന്നത് അന്റാർട്ടിക്കയിലും. 2 കിലോമീറ്റേഴ്സാണ് അന്റാർട്ടിക്കയിലെ ഐസ് ഷീറ്റുകളുടെ ശരാശരി കട്ടി. ചിലയിടങ്ങളിൽ അത് 4 കിലോമീറ്റേഴ്സ് വരെ പോകാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഭൂമിയിലെ മുഴുവൻ ശുദ്ധജലത്തിൽ ഏകദേശം 68% അന്റാർട്ടിക്കയിലെ മഞ്ഞുപാളികളിൽ തണുത്തുറഞ്ഞ് കിടക്കുകയാണ്. ഇന്ന് ലോകത്തിൽ ഏകദേശം 3 കോടി ക്യൂബിക് കിലോമീറ്റേഴ്സിന്റെ ഐസ് ഉണ്ടെന്നാണ് നിഗമനം. അപ്പോൾ ഇത്രത്തോളം ഐസ് മുഴുവൻ ഉരുകിപ്പോയാൽ എന്തായിരിക്കും സംഭവിക്കുക? മഞ്ഞുപാളികൾ ഉരുകുമ്പോൾ ആ ജലം മുഴുവൻ സമുദ്രത്തിലേക്ക് ചെന്നിറങ്ങും. അപ്പോൾ സമുദ്രനിരപ്പ് ഉയരാൻ തുടങ്ങും. ഗ്രീൻലാൻഡിലെ ഐസ് മാത്രം ഉരുകിയാൽ തന്നെ ആഗോള സമുദ്രനിരപ്പ് ഏകദേശം 25 അടിയോളം ഉയരും. അന്റാർട്ടിക്കയിലെ ഐസ് ഉരുകുകയാണെങ്കിൽ 190 അടിയിൽ കൂടുതൽ ഉയരും. ലോകത്തിലെ മുഴുവൻ മഞ്ഞുപാളികളും ഉരുകിയാൽ ഏകദേശം 230 അടിയോളം ഉയരും. അതായത് 70 മീറ്റേഴ്സ്. അത് കാരണം സകല ലോക രാജ്യങ്ങളുടെയും തീരപ്രദേശങ്ങൾ മുഴുവൻ വെള്ളത്തിനടിയിലാകും. അപ്പോൾ ഭൂഖണ്ഡങ്ങളുടെയൊക്കെ ആകൃതികൾ ആകെ മാറും. നമ്മുടെ ഇന്ത്യയുടെ ഗതി അതിഭയാനകമായിരിക്കും. സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി 621 മീറ്റേഴ്സ് ഉയരത്തിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് സമുദ്രനിരപ്പ് 70 മീറ്റേഴ്സ് കൂടിയാൽ തീരപ്രദേശങ്ങൾ ഏകദേശം ഭൂരിഭാഗവും വെള്ളത്തിനടിയിലാകും. ജലപ്രളയം കാരണം ഒരുപാട് ഉൾപ്രദേശങ്ങളും വെള്ളത്തിൽ മുങ്ങും. മുംബൈ, ചെന്നൈ, കൊൽക്കത്ത അങ്ങനെ ഇന്ത്യയുടെ ഏറ്റവും പ്രധാന സിറ്റികളിൽ പലതും വെള്ളത്തിലാകും. കോടിക്കണക്കിന് മനുഷ്യരുടെ പാർപ്പിടങ്ങളും ഉപജീവനവും കെട്ടിടങ്ങളും എല്ലാം നഷ്ടമാകും. നമ്മുടെ കൊച്ചു കേരളത്തിന്റെ ഭൂരിഭാഗവും അപ്രത്യക്ഷമാകും. തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി, കോഴിക്കോട്, തൃശൂർ, കണ്ണൂർ ഇങ്ങനെ കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള ഭൂരിഭാഗം സ്ഥലങ്ങളും സമുദ്രനിരപ്പിൽ നിന്നും ഏതാനും ചില മീറ്റേഴ്സ് ഉയരത്തിൽ മാത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അതിനാൽ തന്നെ ഈ സ്ഥലങ്ങളെല്ലാം പൂർണ്ണമായും വെള്ളത്തിനടിയിലാകും. തീരപ്രദേശങ്ങൾക്ക് പുറമെ ഉൾപ്രദേശങ്ങളും വലിയ ഭീഷണിയിലാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര, ഗോദാവരി അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ നദികളും കവിഞ്ഞൊഴുകുകയും അത് കാരണം ഭയാനകമായ വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഇന്ത്യയിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായൽ അറബിക്കടലിന്റെ ഭാഗമായി മാറും. ഉയരം കൂടിയ മലകൾ മാത്രം ചെറിയ ചെറിയ ദ്വീപുകളായിട്ട് അവശേഷിക്കും. ഇത് ഇന്ത്യയുടെ മാത്രം കാര്യമല്ല, ലോകം മുഴുവൻ ജലപ്രളയങ്ങൾ കൊണ്ട് കഷ്ടത അനുഭവിക്കും. കഴിഞ്ഞ ചില പതിറ്റാണ്ടുകളായി ജലപ്രളയത്തിന്റെ ഭീഷണിയിലായിരിക്കുന്ന രാജ്യമാണ് നെതർലാൻഡ്സ്. കാരണം നെതർലാൻഡ്സിന്റെ 50% സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി വെറും 1 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബാക്കി 24% 1 മീറ്ററിലും താഴെയാണ്.
അവശേഷിക്കുന്ന 26% സമുദ്രനിരപ്പിനേക്കാൾ കീഴിലാണ് കിടക്കുന്നത്. അതുമാത്രമല്ല, ഏകദേശം പൂർണ്ണമായും പരന്ന പ്രദേശമാണ് നെതർലാൻഡ്സ്. അതിനാൽ തന്നെ മുഴുവൻ മഞ്ഞുപാളികളും ഉരുകുമ്പോൾ നെതർലാൻഡ്സ് പൂർണ്ണമായും അപ്രത്യക്ഷമാകും. നെതർലൻഡ്സിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലം എന്നത് വാൽസ്ബർഗ് എന്ന കുന്നാണ്. പക്ഷേ അതുപോലും സമുദ്രനിരപ്പിൽ നിന്നും വെറും 322 മീറ്റേഴ്സ് ഉയരത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ പിന്നെ നെതർലൻഡ്സിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. നെതർലൻഡ്സ് മാത്രമല്ല, ബെൽജിയം, ഡെൻമാർക്ക്, യുണൈറ്റഡ് കിങ്ഡം, ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ് അങ്ങനെ ഒട്ടുമിക്ക യൂറോപ്യൻ രാജ്യങ്ങളും ഭൂരിഭാഗവും വെള്ളത്തിനടിയിലാകും. ലോകത്തിലെ ഏറ്റവും വലിയ കായലായ കാസ്പിയൻ സീ മെഡിറ്ററേനിയൻ കടലുമായിട്ട് കണക്റ്റഡ് ആവുകയും അങ്ങനെ ഒരു കടലായി മാറുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ യൂറോപ്യൻ ഭൂഖണ്ഡത്തിന്റെ വലിപ്പം ഇന്നത്തേതിൽ നിന്നും പകുതിയിൽ കൂടുതൽ കുറയും. ലോകത്തിലെ ഒട്ടുമിക്ക പെനിൻസുലകളും അതായത് കോൺ തുരുത്തുകളെല്ലാം വെള്ളത്തിനടിയിലാകും. ചൈനയിൽ അതിഭയാനകമായ പ്രളയങ്ങൾ സംഭവിക്കും. ജപ്പാൻ, വിയറ്റ്നാം, ഫിലിപ്പൈൻസ് എന്നീ രാജ്യങ്ങളുടെ വലിയൊരു ശതമാനവും ചിലപ്പോൾ പൂർണ്ണമായും തന്നെ വെള്ളത്തിൽ മുങ്ങിപ്പോകും. ഈ കാണിച്ചിരിക്കുന്ന 12 രാജ്യങ്ങളും പൂർണ്ണമായും വെള്ളത്തിനുള്ളിലാകും. കാരണം ശരാശരി 70 മീറ്റേഴ്സ് ഉയരത്തിനുള്ളിലാണ് ഈ രാജ്യങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. യൂറോപ്പിന് ശേഷം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്ന ഭൂഖണ്ഡം സൗത്ത് അമേരിക്കയായിരിക്കും. അതിന്റെ കാരണം ഒരുപക്ഷെ നിങ്ങൾ ഊഹിച്ചു കാണും, ആമസോൺ എന്ന മഹാത്ഭുതങ്ങളുടെ നദിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നദിയായ ആമസോൺ നദിയുടെ ചില ഭാഗങ്ങൾക്ക് പല കിലോമീറ്ററുകളോളം വീതിയുണ്ട്. പ്രത്യക്ഷത്തിൽ ഇതൊരു കടലാണോ എന്ന് തോന്നിപ്പോകും. അപ്പോൾ പിന്നെ സമുദ്രനിരപ്പ് ഉയരുമ്പോൾ ആമസോൺ നദിയുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കൂ. ഈ നദി വലിയൊരു ഉൾക്കടലായി മാറും. അത് കാരണം ബ്രസീൽ, പെറു, കൊളംബിയ അങ്ങനെ ആമസോൺ നദി ഒഴുകുന്ന ഒട്ടുമിക്ക രാജ്യങ്ങളും പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ എങ്കിലും വെള്ളത്തിനടിയിലാകും. സൗത്ത് അമേരിക്കയുടെ നോർത്തേൺ ഭാഗത്തിലാണ് ആമസോൺ നദി ഒഴുകുന്നത്. എന്നാൽ ആമസോണിനെ പോലെ മറ്റൊരു ഭീമൻ നദി സൗത്ത് അമേരിക്കയുടെ സൗത്ത് ഭാഗത്തിലുമുണ്ട്. അതാണ് പരാന നദി. ഈ നദിയും വലിയൊരു ഉൾക്കടലാകും. പരാനയ്ക്ക് പുറമെ വേറെയും ഒരുപാട് നദികൾ സതേൺ ഭാഗത്തിലുണ്ട്. അപ്പോൾ സൗത്ത് അമേരിക്കയുടെ സതേൺ ഭാഗത്തിലുള്ള രാജ്യങ്ങളുടെ അവസ്ഥയും ഗുരുതരമാണ്. നോർത്ത് അമേരിക്കയുടെ നോർത്തിൽ ഹഡ്സൺ ബേ എന്നൊരു ഉൾക്കടലുണ്ട്. സൗത്തിലാണെങ്കിൽ ഗൾഫ് ഓഫ് മെക്സിക്കോ എന്ന മറ്റൊരു ഉൾക്കടലുമുണ്ട്. ഇതെല്ലാം വളരെ വലിയ കടലുകളായി മാറും. ഫ്ലോറിഡ, ന്യൂ ഓർലിയൻസ്, ചാൾസ്റ്റൺ അങ്ങനെ നോർത്ത് അമേരിക്കയിലെ പല സ്ഥലങ്ങളും പൂർണ്ണമായും മുങ്ങിപ്പോകും. മറ്റ് ഭൂഖണ്ഡങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ആഫ്രിക്കയുടെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ വെള്ളത്തിൽ നഷ്ടമാവുകയുള്ളൂ. മെഡിറ്ററേനിയൻ സമുദ്രം വികസിക്കുന്നതിനാൽ അതിനോട് ചേർന്ന് കിടക്കുന്ന ഈജിപ്റ്റ്, അൾജീരിയ, ലിബിയ, ട്യൂണീഷ്യ എന്നീ രാജ്യങ്ങളുടെ പകുതിയോളം മുങ്ങിപ്പോകും. ഇതിൽ ട്യൂണീഷ്യ ഏകദേശം പൂർണ്ണമായും വെള്ളത്തിലാകും. ഓസ്ട്രേലിയയുടെ മധ്യഭാഗത്തിൽ ഒരു വലിയ ഉൾക്കടൽ രൂപപ്പെടും. പണ്ടൊരു കാലത്തിൽ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ ഓസ്ട്രേലിയയിൽ ഇങ്ങനെ ഒരു ഉൾക്കടൽ ഉണ്ടായിരുന്നു. മഞ്ഞുപാളികൾ മുഴുവൻ ഉരുകിയാൽ ഓസ്ട്രേലിയയുടെ അവസ്ഥ വളരെ കഷ്ടത്തിലാകും. സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി വെറും 330 മീറ്റേഴ്സ് ഉയരത്തിലാണ് ഓസ്ട്രേലിയ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തീരപ്രദേശങ്ങൾ മുഴുവൻ വെള്ളത്തിലാകും. പക്ഷേ ഓസ്ട്രേലിയയിലെ എല്ലാ പ്രധാന സിറ്റികളും തീരപ്രദേശങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓസ്ട്രേലിയയുടെ ജനസംഖ്യയിൽ ഭൂരിഭാഗവും ഈ സിറ്റികളിലാണ് ജീവിക്കുന്നത്. ഈ മാപ്പ് കാണുമ്പോൾ തന്നെ അത് നിങ്ങൾക്ക് മനസ്സിലാകും. ഈ സിറ്റികളെല്ലാം വെള്ളത്തിനടിയിലാകും. ഇനി അന്റാർട്ടിക്കയെ നോക്കിയാൽ അതൊരൊറ്റ നിലമായിട്ട് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ ഈ മഞ്ഞുപാളികൾക്കടിയിൽ നിരവധി ദ്വീപുകളുണ്ട്. മഞ്ഞെല്ലാം മാറുമ്പോൾ ഈ ദ്വീപുകൾ പ്രത്യക്ഷപ്പെടും. ഇത് അന്റാർട്ടിക്കയിൽ മാത്രമല്ല, ഭൂഖണ്ഡങ്ങളുടെ തീരപ്രദേശങ്ങൾക്ക് സമീപം ഇതുപോലെ ലോകം മുഴുവൻ ഒത്തിരിയേറെ പുതിയ ദ്വീപുകൾ ഉണ്ടാകും. എന്നാൽ അതേസമയം ഇന്ന് നിലവിലുള്ള ധാരാളം ദ്വീപുകൾ അപ്രത്യക്ഷമാവുകയും ചെയ്യും. മനോഹരമായ മാൽഡീവ്സ് ഒക്കെ പൂർണ്ണമായും മുങ്ങിപ്പോകും. പല കോടിക്കണക്കിന് വർഷങ്ങളുടെ കാലം കൊണ്ടാണ് ഈ മഞ്ഞുപാളികളൊക്കെ രൂപം കൊണ്ടത്. അതിനാൽ തന്നെ കാലങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന മാരകമായ പല തരത്തിലുമുള്ള സൂക്ഷ്മജീവികളും ഈ മഞ്ഞിനുള്ളിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ടായിരിക്കും. മഞ്ഞുരുകുമ്പോൾ ഈ മാരകമായ സൂക്ഷ്മജീവികളും പുറത്തുവരും. ഇപ്പോൾ തന്നെ ഇങ്ങനെയുള്ള നിരവധി എക്സ്ട്രീമോഫൈൽ സൂക്ഷ്മജീവികളെ മഞ്ഞിനുള്ളിൽ നിന്നും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇങ്ങനെ പുറത്തു വരുന്ന സൂക്ഷ്മജീവികൾ ഒരുപക്ഷെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്ര മാരകമായ മഹാമാരി പരത്താൻ ശേഷിയുള്ള ജീവിയാണെങ്കിൽ ആ ദുരിതവും കൂടെ ലോകം അനുഭവിക്കേണ്ടി വരും. അതിനു പുറമെ പല തരത്തിലുമുള്ള വിഷവാതകങ്ങളും ഈ മഞ്ഞിനുള്ളിൽ ഉണ്ടായിരിക്കും. അതെല്ലാം അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെടും. മഞ്ഞുരുകി ആ ശുദ്ധജലമെല്ലാം നേരെ സമുദ്രത്തിലേക്ക് ഒഴുകുമ്പോൾ സമുദ്രത്തിന്റെ സലൈനിറ്റി, അതായത് ഉപ്പുരസം കുറയും. ഇത് വളരെ ചെറിയ രീതിയിലുള്ള വ്യത്യാസമാണെങ്കിൽ പോലും അത് സമുദ്രത്തിലെ ആവാസ വ്യവസ്ഥകളെ കാര്യമായി ബാധിക്കും.
അത് കാരണം തീരപ്രദേശങ്ങൾക്ക് സമീപമുള്ള നിരവധി ജീവിവർഗങ്ങൾക്കും സസ്യജാലങ്ങൾക്കും വംശനാശം വരെ സംഭവിക്കും. ശുദ്ധജലത്തിന്റെ വരവ് സമുദ്രജലത്തിന്റെ ഒഴുക്കുകളെയും ചൂടിന്റെ വിതരണത്തിനെയും ആകെ തകരാറിലാക്കും. അത് ആഗോളതാപനത്തിന്റെ വർധന നിരക്ക് വീണ്ടും കൂടുതലാക്കും. ഐസ് മുഴുവൻ ഉരുകുമ്പോൾ ഭൂമി കറങ്ങുന്ന ശക്തി കാരണം ജലം ധ്രുവങ്ങളിൽ നിന്നും കൂടുതലായിട്ട് ഇക്വേറ്ററിലോട്ട് വരും. അത് കാരണം ഭൂമി കറങ്ങുന്ന വേഗത ശകലം കുറയും. അപ്പോൾ ഒരു ദിവസത്തിന്റെ ദൈർഘ്യം വർദ്ധിക്കും. അത് പക്ഷേ 10 മുതൽ 20 സെക്കൻഡുകൾ വരെ മാത്രമേ വർദ്ധിക്കുകയുള്ളൂ. അത് വലിയ കാര്യമൊന്നുമല്ല. പക്ഷേ വലിയ കാര്യം മറ്റൊന്നാണ്. ഇന്ന് ലോകത്തിലെ ഏകദേശം 40% ജനങ്ങളും തീരപ്രദേശങ്ങൾക്ക് സമീപത്തിലാണ് ജീവിക്കുന്നത്. അതായത് ഏകദേശം 320 കോടി ജനങ്ങൾ. ഈ ജനങ്ങളെല്ലാം ബാധിക്കപ്പെടും. സ്വന്തം വീടും നാടും വിട്ട് ഭൂഖണ്ഡങ്ങളുടെ ഉള്ളിലോട്ടുള്ള നാടുകളിലേക്ക് പോവുക എന്നതല്ലാതെ ഈ 320 കോടി ജനങ്ങൾക്ക് വേറെ യാതൊരു മാർഗവുമില്ല. പ്രധാന സിറ്റികളാണ് രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും വലിയ ഘടകങ്ങൾ. ഈ സിറ്റികളിലാണെങ്കിൽ ഭൂരിഭാഗവും സ്ഥിതി ചെയ്യുന്നത് തീരപ്രദേശങ്ങൾക്കും വൻ നദീതീരങ്ങൾക്കും സമീപത്തിലാണ്. അതിനാൽ തന്നെ ഈ സിറ്റികളൊക്കെ വെള്ളത്തിലാകുമ്പോൾ സമ്പദ് വ്യവസ്ഥകളെല്ലാം തകരും. തുറമുഖങ്ങളെല്ലാം വെള്ളത്തിൽ മുങ്ങുന്നതിനാൽ പിന്നെ പുതിയ തുറമുഖങ്ങൾ നിർമ്മിക്കുന്നതുവരെ ഭൂഖണ്ഡങ്ങൾ തമ്മിലുള്ള വ്യാപാരങ്ങളെല്ലാം തടസ്സപ്പെടും. തീരപ്രദേശങ്ങൾക്ക് പുറമെ നദികൾ കാരണം ഭൂഖണ്ഡങ്ങളുടെ ഉള്ളിലും വലിയ മാരകമായ ജലപ്രളയങ്ങൾ ഉണ്ടാകും. അത് കാരണം നല്ലൊരു ശതമാനം കൃഷിയിടങ്ങളും നശിക്കും. ആഹാരത്തിന്റെ ലഭ്യത ഭയാനകമായ നിലയിൽ കുറയും. എങ്ങും പട്ടിണിയും ദാരിദ്ര്യവും മാത്രമായിരിക്കും. ഇതൊക്കെ പറയുമ്പോഴും ഒരു കാര്യമോർക്കുക, ഭൂമിയിലുള്ള എല്ലാ മഞ്ഞുപാളികളും ഒരുമിച്ചുരുകി പോവുകയില്ല. കുറഞ്ഞ പക്ഷം അടുത്ത ചില ദശലക്ഷം വർഷങ്ങളോളം കാലം വരെ എങ്കിലും ഭൂമിയുടെ ഉപരിതലത്തിലുള്ള മഞ്ഞുപാളികൾ എന്തായാലും പൂർണ്ണമായി മുരുകിപ്പോകാൻ സാധ്യതയില്ല. പക്ഷേ ആഗോളതാപനം വളരെ ഗൗരവമായ പ്രശ്നമാണ്. അത് കാരണം അന്റാർട്ടിക്കയിലെ പകുതി മഞ്ഞുപാളികൾ ഉരുകിയാൽ തന്നെ അത് ലോകത്തിൽ വൻ വിപത്തുകളായിരിക്കും ഉണ്ടാക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.